അല്ലേ? അതാ അതിന്റെ ഒരു ശരി. നീ പോണം. നിന്നെ കൊണ്ട് പറ്റും. എന്റെ മോൻ ചുണക്കുട്ടിയാ. ഇരുമ്പഴിക്കുള്ളിലിട്ട് പൂട്ടിയാലും അവൻ അവന്റെ ഭാര്യയിലൂടെ വിജയം കൊയ്യുമെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അതിന് നിനക്ക് പറ്റും നിധി. എന്റെ മോൾക്ക് അതിനുള്ള കഴിവുണ്ട്, കരുത്തുമുണ്ട്. ഇപ്പോ എനിക്കൊരു തന്റെ ഇടം വരിക. തോറ്റു കൊടുക്കരുത്. ജയിച്ചു കാണിക്കണം നീ. ജയിലിൽ വെച്ച് ഗൗതം എനിക്ക് പകർന്നു തന്ന ഊർജമാണ് എന്റെ ധൈര്യം. ഒരു വലിയ ദൗത്യ ഗൗതം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ ടെൻഡർ നേടണം. ജയിലിൽ നിന്ന് ഗൗതം ഇറങ്ങുമ്പോൾ അഭിമാനത്തോടെ എനിക്ക് ഗൗതമിനോട് പറയണം, ഗൗതം പറഞ്ഞു തന്ന പാഠങ്ങൾ കൊണ്ട് ഞാൻ ആ ടെൻഡർ വിജയിച്ചു എന്ന്. ഗൗതമിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ടെൻഡറിൽ നമ്മൾ വിജയിക്കും ഗൗതം, അതുറപ്പ്. ഞാൻ ഇറങ്ങുവാ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസിലേക്ക്. പോയിട്ട് വരാമേ. അമ്മേ, അമ്മേ. ആ, മോള് പോകാനിറങ്ങിയോ? ആ, കുറച്ച് നേരത്തെ ഇറങ്ങാ. പ്രധാനപ്പെട്ട സ്റ്റാഫുകളോടൊക്കെ കുറച്ച് നേരത്തെ എത്താൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ തനിച്ച് ആദ്യമായിട്ട് ഓഫീസിലേക്ക് പോകുന്നത്. ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. അമ്മയുടെ അനുഗ്രഹം വേണോ എനിക്ക്? എന്റെ എല്ലാ അനുഗ്രഹവും മോൾക്കുണ്ടാവും. ഈ ടെൻഡർ നമ്മൾ നേടുകയും ചെയ്യും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. നിക്ക്. ഈ ബാഗും ഒക്കെ തൂക്കി നീ ഇതെങ്ങോട്ടായി പോകുന്നേ? ഇന്ന് തൊട്ട് ഗൗതമിന് പകരം നിധി ഓഫീസിൽ പോകണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. ഓഫീസിലേക്കോ? ഇവക്ക് അവിടെ എന്ത് കാര്യം? അവിടെ പോയിട്ട് ഇവളവിടെ എന്തെടുക്കാനാ എടുത്തി?
കൂടെ നടന്ന് നടന്ന് എന്തായാലും ആ ചെറുക്കനെ അങ്ങ് അകത്താക്കിയല്ലോ. ഇനി നിനക്ക് ആ ഓഫീസ് കൂടി ഭരിച്ച് മുടിക്കണമായിരിക്കും അല്ലേ? ഈ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് അനുവദിക്കുമെന്ന് നീ കരുതണ്ട. വസു, ഗൗതം പറഞ്ഞിട്ട് നിധി ഓഫീസിൽ പോകുന്നത്. ഹൈടെക് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ്, അതിന്റെ ടെൻഡർ വരാൻ പോവാ. ഗൗതം ഇല്ലെങ്കിലും നിധി ആ ടെൻഡറിൽ പങ്കെടുക്കണമെന്നും അത് നമ്മൾ തന്നെ നേടണമെന്നും ഗൗതമിന് വാശിയുണ്ട്. സത്യം പറഞ്ഞാലേ ഏട്ടത്തി പറയുന്നത് കേട്ടിട്ട് കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാ ഞാൻ. പ്രീ പ്രൈമറി സ്കൂളിലെ ആയപ്പണി ചെയ്ത ഇവൾക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ കസേരയിൽ കയറിയിരിക്കാനും ആ കമ്പനിയുടെ പേരില് ടെൻഡർ സമർപ്പിക്കാനും ഒക്കെ എന്ത് യോഗ്യതയാ ഉള്ളത്? ഹൊറിബിൾ. ജയിലിനകത്ത് കിടക്കുന്നവന് സത്യം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും. പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോകുമെന്ന ടെൻഷനില് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ കീഴും കിഴക്കും ഇല്ലാതെ ബാഗും എടുത്തങ്ങ് ഇറങ്ങുകയല്ലേ? എടീ, നിനക്ക് ടെൻഡറിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് തെറ്റാതെ ഒന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്കും വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നതേ അവരവരുടെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാ. അതെങ്ങനെയാ? കോമൺ സെൻസ് പോലും ഇല്ലാത്ത നിനക്ക് അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഈ ബാഗ് കൊണ്ട് അകത്ത് വെച്ചിട്ടേ ഇവിടെ അടുക്കളയിൽ വല്ല പണിയും ഉണ്ടോന്ന് നോക്ക്. ഹൈടെക് സിറ്റി പ്രോജക്ട് ടെൻഡറിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയിക്കോളാം ഓഫീസിലേക്ക്. നോക്ക് വസു, ഞാൻ പറഞ്ഞില്ലേ നിധി ഓഫീസിലേക്ക് പോകുന്നത് ഗൗതം പറഞ്ഞിട്ടാ. അതില് നീ കയറി തലയിടണ്ട. നോക്ക്, ആരുടെയും കഴിവിനെ അളക്കാൻ മറ്റൊരാൾക്കാവില്ല. നിധിയിൽ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഗൗതം അവൾ ആ ജോലി ഏൽപ്പിച്ചത്. ഏട്ടത്തിക്ക് ടെൻഡറിനെ കുറിച്ചൊക്കെ എന്തറിയാം? വലിയ കോമ്പറ്റീഷൻ വരുന്ന ഒരു ടെൻഡർ പ്രോജക്റ്റ് ആണിത്. ഒരുവിധമുള്ള കമ്പനികൾ തൊടാൻ മടിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഇതിലേക്ക് ഇറങ്ങുമ്പോ ആ പ്രോജക്റ്റിന്റെ വാല്യൂ എന്താണ്, മറ്റ് കമ്പനികളുടെ സ്ട്രാറ്റജി എന്താണ്, ഓരോരുത്തരും എത്ര എമൗണ്ട് കോട്ട് ചെയ്യും, എങ്ങനെ കോട്ട് ചെയ്യും തുടങ്ങി ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട ഒരുപാട് കടമ്പകൾ ഇതിലുണ്ട്. ഈ മരമണ്ടിയെ കൊണ്ട് അതിന് വല്ലതും സാധിക്കൂ? ഈ മന്ദബുദ്ധി ആ ജോലി ഏൽപ്പിച്ചതേ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. വെറുതെ കിടന്ന് തൊള്ള തുറക്കുമ്പോ മിനിമം അതെങ്കിലും ഓർക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ലേ സ്ത്രീയെ? നോക്ക്, ഞാൻ തന്നെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യും, ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്ത് വിജയിക്കുകയും ചെയ്യും.